എൻ്റെ പേര് ഫായിസ് മുഹമ്മദ്. ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത്. ഇപ്പോൾ കറൻലി ബഹ്റൈനിലാണുള്ളത്. ലാസ്റ്റ് പോയി ജർമ്മൻ പഠിക്കാൻ ഉദ്ദേശിച്ചത് തുടങ്ങിയത് ഓവറോൾ ഇപ്പോൾ ഏകദേശം 1.5 years ആയി. ഓവറോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ലാസ്റ്റ് നമ്മൾ ചൂസ് ചെയ്തതിനെ കൊണ്ട്. സോ ബ്രോന്റെ ഡ്രീം അല്ലെങ്കിൽ ഗോൾ എന്തായിരുന്നു ഫോർ ജോയിൻ ദി ഇൻസ്റ്റിറ്റ്യൂഷൻ? അത് പറഞ്ഞു തുടങ്ങുന്നത് ഞാൻ ഫസ്റ്റ് എൻ്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത സമയം തുടങ്ങേണ്ടി വരും. ചൂസ് ചെയ്യുന്നതല്ല ഏകദേശം ഈ ഒരു ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കിയിട്ടാണ്. ഞാൻ കോഴിക്കോട് അല്ല, കേരളത്തിൽ ഏകദേശം അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും ഞാൻ അന്വേഷിച്ചു. അതിൻ്റെ അകത്ത് എനിക്ക് ബെറ്റർ എന്നുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തോന്നിയത് ലാൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു. ആൾക്കാർ ഫെസിലിറ്റീസ് ആണെന്നുണ്ടെങ്കിലും പിന്നെ ലെക്ചേഴ്സ് ആണെന്നുണ്ടെങ്കിലും എനിക്കതാണ് ഓപ്റ്റ് ചെയ്യാൻ തോന്നിയത്. ജർമ്മനി അല്ല യൂറോപ്യൻ കൺട്രീസ് ആയിരുന്നു. UK ആയിരുന്നു ആദ്യം ബേസിക്കലി. ബട്ട് എന്താ പറയുക, ഈ സാഹചര്യത്തിൻ്റെ ഇത് കാരണം എനിക്ക് എന്താക്കാൻ പറ്റില്ല, UK ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഞാൻ ജർമ്മനി ചൂസ് ചെയ്യുകയാണ് ചെയ്തത്. ജർമ്മനിയിനകത്ത് ഓപ്പർച്യൂണിറ്റീസും അറേഞ്ച് ചെയ്തപ്പോൾ ജർമ്മനിനെ ചൂസ് ചെയ്തു. സോ ഈ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് എന്തൊക്കെ കൺസേൺസ്, എന്തൊക്കെയായിരുന്നു ടഫ് സിറ്റുവേഷൻസ് ആയിട്ടുണ്ടായിരുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ടഫ് സിറ്റുവേഷൻ നമ്മളോട് ചോദിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറയുക ലാംഗ്വേജ് ബാരിയറാണ്. വെരി ഡിഫിക്കൽട്ടാണ് നമുക്ക് ലാംഗ്വേജ് എന്ന് പറയുന്ന സംഭവം. ഒരു പുതിയൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞിട്ട് നമുക്ക് ലാംഗ്വേജ് ബാരിയർ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാനാവില്ല. സോ ലാംഗ്വേജ് ഈസ് വൺ ഓഫ് ദ മേജർ ബാരിയർ ആയി ഫേസ്ഡ്. ജർമ്മൻ എന്ന് പറയുന്ന സംഭവം നോക്കിയപ്പോൾ ഏകദേശം ഹോൾ കേരള എന്ന് പറയാൻ എന്തായാലും അത്യാവശ്യം അറിയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് മൊത്തം അത്യാവശ്യം നല്ല ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പേഴ്സണലി ആളെ അറിയുകയും ചെയ്യായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട് ചൂസ് ചെയ്തത്. സോ ഈ ടീം ആൻഡ് ട്രെയിനേഴ്സ് അവരെ കുറിച്ച് ഫസ്റ്റ് ഇംപ്രഷൻ എന്തായിരുന്നു? ഞാൻ ഫേസ് ചെയ്തതെല്ലാം ഏകദേശം നല്ല ട്യൂട്ടേഴ്സ് ആയിരുന്നു. മീൻസ് ഫ്രണ്ട്ലി ആണ്, നമ്മളെ കൂടെ എന്താ പറയുക സ്പോർട്സിൽ അതെല്ലാം മീൻസ് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്പോർട്സും ആർട്സും എല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ഫ്രണ്ട്ലിയാണ്. സോ നമുക്കൊരു ബാരിയർ ആയിട്ട് തോന്നിക്കില്ല. മീൻസ് ഒരു ട്യൂട്ടർ അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ് എന്നുള്ളൊരു ബാരിയർ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ക്ലാസ്സിന്റെ സമയത്ത് മാത്രം ഒരു ട്യൂട്ടർ എന്ന രീതിയിൽ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ഫ്രണ്ടായിട്ട് നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈസിലി അപ്രോച്ചബിൾ ആണ്. നേഴ്സിംഗ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് പറയാം വൈഡ് ഓപ്പർച്യൂണിറ്റീസ് ആണ് നമുക്ക് എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈവൻ ഇൻ കേരള or in ജർമ്മനി or അതർ കൺട്രീസ് നമുക്ക് വൈഡ് ഓപ്പർച്യൂണിറ്റീസ് ആണ് നമുക്ക് തരുന്നത്. അതേപോലെ തന്നെ വാല്യൂസ് ഉണ്ട്. ഈവൻ കേരളത്തിൽ അത്ര സാലറി ഇല്ലെങ്കിൽ പോലും എന്താ പറയുക നേഴ്സിംഗ് എന്ന് പറയുന്ന ഒരു ഹൈ ലെവലുള്ള പ്രൊഫഷൻ തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈവൻ സാലറി ആയാലും ജർമ്മനിയിലും കേരളത്തിലും സാലറി കമ്പാരിസൺ നടത്തുന്ന സമയത്ത് ഭയങ്കര വൈഡായിട്ടുള്ള ഒരു ഡിഫറൻസിയേഷൻ ആണ് അവിടെ കാണുന്നത്. കറന്റ് ഇപ്പോൾ എന്താ സമരം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്ട്രൈക്കൊക്കെ നടന്നു വരുന്നുണ്ട്. 30,000 to 40,000 ആണ് അവിടെ സാലറി കിട്ടുന്നെങ്കിൽ ജർമ്മനിയിൽ ഏകദേശം കറന്റ് 2,500 to 3,500 euro മാത്രമാണ് നമുക്ക് സാലറി കിട്ടുന്നത്. സോ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് നമ്മൾ കേട്ട് വരുന്നത്. വൈ ചൂസ് ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ? ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊച്ചിയിലുണ്ട്, ബാംഗ്ലൂരുണ്ട്, കോഴിക്കോട്, കാലിക്കറ്റ് ഉണ്ട്. അങ്ങനെ കുറച്ച് അവർക്ക് ബ്രാഞ്ചസ് കുറച്ചുണ്ടല്ലോ. അതുകൂടാതെ അതിന്റെ ഫൗണ്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് കുറച്ചുകൂടി പേഴ്സണലായിട്ട് അറിയാം. പിന്നെ ഈസിലി അപ്രോച്ചബിൾ ആണ്, ഭയങ്കര ഫ്രണ്ട്ലി ആണ്. സോ ഹൗ വാസ് ഇന്റർവ്യൂ ഒക്കെ എങ്ങനെയായിരുന്നു? ഇന്റർവ്യൂ എന്ന് പറയുന്നതിന് ഭയങ്കര ഈസിയായി. നമുക്ക് ബേസിക്കലി നമ്മളൊരു ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഭയങ്കര ഫോർമലായിട്ടുള്ള ഒരു രീതിയാണ് പ്രതീക്ഷിച്ചിരുന്നത്. ബട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു ആളുകൾ. ഫാമിലിന്റെ കേസ് വരുന്ന സമയത്ത് ഫാമിലി എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. മീൻസ് ഇങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ ജോബ് ഓഫർ കിട്ടിയപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. സോ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് വേറെ നഴ്സുമാരോ അല്ലെങ്കിൽ വേറെ സ്റ്റുഡൻസ് വരുമ്പോൾ അവരോട് റെക്കമെൻഡ് ചെയ്യോ? ഒബ്വിയസ്ലി. കാരണം വെച്ചാൽ ഞാനിപ്പോൾ പഠിക്കുന്ന സമയത്ത് ഞാൻ ഓൾറെഡി എനിക്ക് ഈസിയാണ് തോന്നിയതിനെ കൊണ്ടാണ് എൻ്റെ ബേക്കിൽ ഞാൻ എന്താക്കി ഒരു 9 സ്റ്റുഡൻസിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട്. സോ ഞങ്ങളൊരു ഗ്രൂപ്പായിട്ടാണ് ഇപ്പം പഠിച്ച് കഴിഞ്ഞത്. ഓക്കെ, അപ്പോൾ ആ റെക്കമെൻഡ് ചെയ്യുന്നത് ഒബ്വിയസ്ലി റെക്കമെൻഡ് ചെയ്യാം. ബട്ട് നമ്മൾ എന്തായാലും ചൂസ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് അന്വേഷിക്കുക, ആളെ ബാക്ക്ഗ്രൗണ്ടിൽ അന്വേഷിക്കാമാണ്. ഈവൺ ഇപ്പോൾ ലാൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കേസ് പറയുന്ന സമയത്ത് ലാൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചിട്ട് കുറച്ചിപ്പോൾ എനിക്കറിയാം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അത്യാവശ്യം നല്ല ഒരു വർക്കിംഗ് പാർട്ട്നേഴ്സൊക്കെ ഉണ്ട് അവിടെ ജർമ്മനിയിൽ. സോ ഇപ്പൊ ഈ സ്റ്റേജിനകത്ത് അത്യാവശ്യം നല്ല ഫാസ്റ്റ് ആയിട്ട് പ്രോസസ്സിംഗ് നടത്തുന്നുണ്ട്. എന്റെ ഡ്രീം എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ യൂറോപ്യൻ കൺട്രീസിനകത്ത് ട്രാവൽ ചെയ്യുക, അല്ല യൂറോപ്യൻ കൺട്രീസിനകത്ത് ഫുള്ള് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ്. അതെന്റെ പ്രൊഫഷൻ കൂടി മിങ്കിൾ ആയിട്ട് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ ഇൻട്രസ്റ്റോട് കൂടെ മാത്രം പഠിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ മാത്രമേ നമുക്ക് എന്താക്കുള്ളൂ ലാംഗ്വേജ് പഠിക്കുന്നു. 4 modules കംപ്ലീറ്റ് ചെയ്ത സ്പോട്ടിൽ തന്നെ നമുക്ക് എന്താക്കി ഇന്റർവ്യൂ കിട്ടിയിട്ടുണ്ട്. സോ നമ്മൾ
ഒരു 2-3 ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. മൂന്നാലെണ്ണത്തിൽ നമുക്ക് ഓഫർ ലെറ്ററും കിട്ടിയിട്ടുണ്ട്. ബട്ട് അത്യാവശ്യം സാലറിയുള്ള ഒരു ഓഫർ ലെറ്റർ ഇപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട്.